മാങ്കുളം ഗ്രാമപഞ്ചായത്ത് വയോജനങ്ങൾക്ക് വിതരണത്തിനായി എത്തിച്ച കട്ടിലുകൾക്ക് നിലവാരമില്ലാത്തതിനെ സംബന്ധിച്ചുള്ള വിവാദം മുറുകുന്നു. പാഴ്ത്തടി കൊണ്ട് പണിത ബലമില്ലാത്ത കട്ടിലുകളാണ് എത്തിച്ചതെന്നാണ് ആരോപണം. ഇതോടെ വിതരണത്തിനായി എത്തിച്ച കട്ടിലുകൾ പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് മഴ നനഞ്ഞും മറ്റും നശിക്കുകയാണ്. മാങ്കുളം ഗ്രാമപഞ്ചായത്തിലെ 124 വയോജനങ്ങൾക്ക് കട്ടിൽ നൽകുന്നതിനായി 4 ലക്ഷം രൂപയുടെ പദ്ധതിയാണ് പഞ്ചായത്ത് രൂപീകരിച്ച് ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് ഈരാറ്റുപേട്ടയിലെ സ്വകാര്യ കമ്പനിക്ക് നൽകിയത്. മാർച്ച് അവസാന വാരത്തോടെ കട്ടിലുകളും എത്തിച്ചു. എന്നാൽ കട്ടിലിന് ഗുണനിലവാരമില്ലെന്ന് കണ്ടെത്തിയതോടെ ഇവ വിതരണം ചെയ്യേണ്ടതില്ലെന്ന് പഞ്ചായത്ത് ഭരണസമിതി തീരുമാനിച്ചു. തുടർന്ന് കട്ടിലുകൾ തിരികെ കൊണ്ടുപോകാൻ കമ്പനിയോട് ആവശ്യപ്പെട്ടു. കട്ടിലുകൾ വിതരണം നടത്തേണ്ടതില്ലെന്ന് തീരുമാനിച്ച പഞ്ചായത്ത് യോഗം ഇവ തിരികെ കൊണ്ടുപോകാൻ കരാർ ഏറ്റെടുത്തിരുന്ന സ്ഥാപനത്തോട് കഴിഞ്ഞ മാർച്ച് 26-ന് ഐകകണ്ഠേന ആവശ്യപ്പെട്ടു. എന്നാൽ CPM ഭരിക്കുന്ന പഞ്ചായത്ത് ഭരണസമിതി നിലപാട് മാറ്റി. തുടർന്ന് 26-ന് കൈക്കൊണ്ട തീരുമാനം പുനഃപരിശോധിക്കണമെന്ന ആവശ്യവുമായി രംഗത്തെത്തി. ഇതിനായി കഴിഞ്ഞ 13-ന് അടിയന്തര കമ്മിറ്റി യോഗം ചേർന്നു. എന്നാൽ CPM അംഗങ്ങളുടെ ആവശ്യത്തിന് ഭൂരിപക്ഷം ലഭിച്ചില്ല. 13-അംഗ കമ്മിറ്റിയിൽ 8 പേരുടെ പിന്തുണ പുനഃപരിശോധനയ്ക്ക് വേണമെന്നിരിക്കെ UDF-ലെ 3 അംഗങ്ങൾ വിയോജനക്കുറിപ്പെഴുതി നൽകി. LDF-ൽ 2 CPM അംഗങ്ങളും കേരള കോൺഗ്രസ് അംഗമായ വൈസ് പ്രസിഡന്റും യോഗത്തിൽ നിന്ന് വിട്ടുനിന്നു. ഇതോടെ വിതരണത്തിനായി എത്തിച്ച കട്ടിലുകൾ പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് മഴ നനഞ്ഞും മറ്റും നശിക്കുകയാണ്. കരാറുകാരനെ സംരക്ഷിക്കുന്നതിനായി കട്ടിൽ നവീകരിച്ച് വീണ്ടും വിതരണം ചെയ്ത ആളുകളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് കോൺഗ്രസ് മാങ്കുളം മണ്ഡലം പ്രസിഡന്റ് സാജു ജോസ് ആരോപിച്ചു. ആ കോൺട്രാക്ടറെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ആ കട്ടിലുകൾ റീമേക്ക് ചെയ്തുകൊണ്ട് ആ കട്ടിലുകൾ തന്നെ വിതരണം ചെയ്യുന്നതിനുള്ള നടപടിയുമായിട്ടാണ് പഞ്ചായത്ത് ഭരണസമിതി മുന്നോട്ട് പോകുന്നത്. നമ്മളിവിടെ ആവശ്യപ്പെടുന്നത് ആ തടിയിൽ നിർമ്മിച്ച കട്ടിലുകൾ ഒന്നും ഒരാൾക്ക് പോലും ഇവിടെ വിതരണം ചെയ്യാതെ നല്ല ഗുണമേന്മയുള്ള കട്ടിലുകൾ എത്തിച്ചുകൊണ്ട് ഇവിടുത്തെ പാവപ്പെട്ട വയോജനങ്ങൾക്ക് വിതരണം ചെയ്യുന്നതിന് വേണ്ട നടപടികൾ ഈ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി സ്വീകരിക്കണമെന്നാണ് ഈ അവസരത്തിൽ ആവശ്യപ്പെടാനുള്ളത്. പഴയ കട്ടിലുകൾ മാറ്റി ബലവത്തായ പുതിയ കട്ടിലുകൾ ഗുണഭോക്താക്കൾക്കായി വിതരണം നടത്താൻ പഞ്ചായത്ത് അടിയന്തരമായി തയ്യാറാകണമെന്നും കോൺഗ്രസ് പ്രാദേശിക നേതൃത്വം ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, അടിമാലി.